ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു ബുക്ക് റിവ്യൂവിന്റെ ദിവസമാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ ബുക്ക് റിവ്യൂവിന് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി വെക്കും, നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മളൊന്ന് റിഫോം ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇന്നത്തെ ഈ ബുക്ക് സിമ്പിൾ ലിവിങ്ങിനെ കുറിച്ചുള്ള ഈ ബുക്ക് എഴുതിയ ഒരു സെൻ മോങ്കാണ്. അദ്ദേഹം ഒരു ഗാർഡനറാണ്, ഗാർഡൻ ഡിസൈനറാണ്. എന്താണ് ഈ ബുക്കിലുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അനിവതയിൽ നിന്ന് കേൾക്കാം. സാധാരണ ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അനിവിതയും. അനിവിത, യു ആർ വെൽക്കം. താങ്ക് യു സാബു സർ. വളരെ മനോഹരമായി പുസ്തകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതേപോലെ എന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് ക്ഷണിച്ച സാബു സാറിന് ആദ്യമായി ഒരുപാട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല സായാഹ്നം എല്ലാവർക്കും ആശംസിക്കുന്നു. എൻ്റെ സെഷനിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ മാത്രം സംസാരിച്ചു പോകുന്ന ഒരു രീതിയിലല്ല ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആദ്യമായി നമുക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഒരു ഗെയിമോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് കാണുന്നുണ്ടോ നിങ്ങള്? ഇത് നിങ്ങള് സൂര്യനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് നിങ്ങളാണ്. സൂര്യൻ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾക്ക് രാത്രിയും പകലും അനുഭവപ്പെടുന്നു. അപ്പോ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് രാത്രിയും പകലും ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലെ ദൈനംദിന ചാക്രികതയിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരാഴ്ച കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. അതായത് ഒരേ ചാക്രികതയിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആകുലതകളിൽ നിന്നും ഒക്കെ നിങ്ങളെ അൺപ്ലഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് സാധാരണയായി ചെയ്യാറുള്ളത്? ഇഷ്ടമുള്ള മറ്റൊരു കാര്യം ചെയ്യും. ബോറിംഗ് മാറ്റാൻ വേണ്ടി ക്രിയാത്മകമായ മറ്റൊരു പ്രോസസ്സിലേക്കും കടന്നു. ഓക്കെ സാർ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? അപ്പൊ നമ്മൾ ബുക്ക് റീഡിംഗ് ആണ് നമുക്ക് താല്പര്യം. കുറച്ച് കഴിയുമ്പോൾ ബുക്ക് റീഡിംഗ് മടുക്കും. ഇപ്പൊ നമ്മൾ വേറെ സിമ്പിളാ പറഞ്ഞ ഒരു യാത്ര പോകുന്നു, ഒരു ബസ്സിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സൈഡ് സീറ്റ് അല്ലെങ്കിൽ ട്രെയിനിൽ സൈഡ് സീറ്റ്, ഈവൻ വിമാനത്തിലാണെങ്കിൽ പോലും നമ്മൾ സൈഡ് സീറ്റ് മേടിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ മടുക്കും. അതൊക്കെ നമ്മൾ ഉറങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ തുടങ്ങും. കുറച്ച് ബുക്ക് വായിക്കാൻ നിർത്തും, വീണ്ടും നമ്മൾ മറ്റ് അടുത്തേക്കുന്നവരോട് സംസാരിക്കും. അത് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഓരോ നിമിഷം കഴിയുമ്പോഴും ബോറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും. അപ്പൊ അതിനുവേണ്ടി ക്രിയാത്മകമായ മറ്റേതെങ്കിലും മാർഗങ്ങൾ നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് സന്തോഷമില്ലാതെ പോകുന്നത്. ഞാൻ പാട്ട് കേൾക്കും, കുറേ പാട്ട് ഇങ്ങനെ കേൾക്കും, ഇഷ്ടമുള്ള. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ദൈനംദിന ചാക്രികതയിൽ നിന്ന് നമ്മൾ അൺപ്ലഗ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ നമ്മൾ യാത്ര പോവാറുണ്ട്, ഇല്ലേ? യാത്ര പോവാറില്ലേ നിങ്ങൾ? അടുത്തുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ ഉള്ളതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ചിലപ്പോ യാത്ര പോവാറില്ലേ? പോവാറുണ്ട്. ഞാനൊക്കെ അധികം ഈ ടൂ വീലർ എടുത്തിട്ട് അധികം ഇതാകുമ്പോ നമ്മുടെ ഈ വയലിന്റെ നടുക്കൂട്ടൊക്കെ ഇപ്പൊ പയ്യന്നൂർ ഏരിയയിലൊക്കെ കുറെ അങ്ങനത്തെ ഗ്രാമാന്തരീക്ഷമുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഈ ടൂ വീലർ എടുത്തിട്ട് പോകുമ്പോൾ നല്ല രസമാണ്. നല്ല ചെറിയൊരു സ്പീഡിലൊക്കെ പോകുമ്പോൾ. അപ്പൊ ഞാൻ അധികം ചെയ്യാറ് അങ്ങനെയാണ്. ചെറിയ ചെറിയ യാത്രകൾ ഇതിനോട് അടുപ്പിച്ചിട്ടുള്ള യാത്രകളാണ്. ബൈജു സർ. അപ്പോ ഇവിടെ സാബു സാറും അതേപോലെ രമാവതി മാഡവും ബൈജു സാറും ഒക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നമ്മളുടെ ഇത്തരത്തിലുള്ള ദൈനംദിന ചാക്രികതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പുറത്തുള്ള എന്തിലോ ഒന്നിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തിനോ ഒന്നിനെ തേടുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒന്ന്, അസാധാരണമായ എന്തോ ഒന്ന് പുറമെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പുറമെ ഉള്ളതിനെ
നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പുറത്തെ അന്വേഷണം നിർത്തലാക്കിക്കൊണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ശീലങ്ങളിലും നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന കാര്യം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ എൻ്റെ സെഷനിൽ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്. എന്നെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഓൾറെഡി ഇവിടെയുള്ളവരെല്ലാവരും എന്നെ പരിചയമുള്ള വ്യക്തികളാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, at the end of the session all the participants will tell 8 methods to practice the art of simple living in order to lead a calm and joyful life എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകം ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് 100 daily practices from a Japanese Zen monk for a lifetime of calm and joy എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ശാന്തമായും സന്തോഷപരമായുമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള 100 ദൈനംദിന പ്രാക്ടീസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ജപ്പാനീസ് സെൻ മോങ്ക് ആണ്. അദ്ദേഹത്തിന്റെ പേര് ഷുൻമിയോ മസൂനോ എന്നാണ്. അദ്ദേഹം വളരെ പഴക്കം ചെയ്ത 450 വർഷത്തോളം പഴക്കമുള്ള ജപ്പാനിലുള്ള ഒരു സെൻ ടെമ്പിളില്, ബുദ്ധിസ്റ്റ് സെൻ ടെമ്പിളില് ഹെഡ് പ്രീസ്റ്റ് ആയിട്ടാണ് ജീവിച്ചു വരുന്നത്. അദ്ദേഹം ലോക പ്രശസ്തനായ അവാർഡ് വിന്നറായ ഒരു സെൻ ഗാർഡൻ ഡിസൈനർ കൂടിയാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്ത സെൻ ഗാർഡൻസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം ജപ്പാനിലുള്ള വളരെ പ്രശസ്തമായ ഒരു ആർട്സ് കോളേജിലെ പ്രൊഫസർ കൂടിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലടക്കം അദ്ദേഹത്തിന്റെ സ്പീച്ചസ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോ ഇതാണ് ഷുൻമിയോ മസൂനെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ ഈ പുസ്തകം സെൻ ലളിത ജീവിതത്തിന്റെ കല എന്ന് പറയുന്ന ഒരു പേരിൽ മലയാളം പരിഭാഷയും വന്നിട്ടുണ്ട്. ആ പുസ്തകം ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇപ്പം നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ബുക്ക് ക്ലബില് ഷർഷദ് സർ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. വളരെ മനോഹരമായിട്ട് സാറ് ഇത് വായിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ഇതിന്റെ സെഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാറിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി പറയാണ്. അപ്പോ സെന്നിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. സെൻ എന്ന് പറയുന്നത് ചൈന, കൊറിയ, വിയറ്റ്നാം അവിടങ്ങളിലെ മഹായാന ബുദ്ധമതത്തിന്റെ മുഖ്യധാര സന്യാസ രൂപമാണ് സെൻ. ഇതിൽ ധ്യാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ പല്ലവ രാജകുമാരനായ ബോധിധർമ്മൻ ആണ് ഇത് ബുദ്ധമതം ചൈനയിലേക്ക് പ്രചരിപ്പിക്കുന്നത്. ഈ സെൻ എന്ന പദം വന്നിരിക്കുന്നത് ധ്യാൻ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. അതുകൂടാതെ കൃത്യമായൊരു മതഗ്രന്ഥമോ അല്ലെങ്കിൽ വേദങ്ങളോ അത്തരത്തിലൊന്നും ഇതിന് ഇല്ല എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് ഈ ഒരു ധ്യാന പരിശീലനങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ള ഈ ഒരു ആത്മീയ മാർഗത്തിലുള്ളത്. സെന്നിനെ കുറിച്ച് മനസ്സിലാക്കാനായി ഈ ഷർഷദ് സാർ തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞൊരു കഥ നിങ്ങൾക്കായി ഇവിടെ പറയാം. കഥ ഇപ്രകാരമാണ്. ഹ്യൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം സെൻ മാർഗം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. ഹ്യൂട്ടി എല്ലായ്പ്പോഴും തന്റെ മുതുകില് ഒരു ഭാണ്ഡം പേറിക്കൊണ്ടാണ് നടക്കുക. അപ്പൊ ഈ ഭാണ്ഡത്തിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ടാവും. ഈ കുത്തി നിറച്ച സാധനങ്ങളുടെ കൂടെ മധുര പലഹാരങ്ങൾ ഉണ്ടാവും.
ഈ മധുര പലഹാരങ്ങൾ ഹ്യൂട്ടി ഓരോരോ ഗ്രാമത്തിലെത്തുമ്പോൾ ചുറ്റും ഓടിക്കൂടുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യും. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകും. ഹ്യൂട്ടി അവിടെ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയാവും. അപ്പോൾ ഹ്യൂട്ടിയെ എല്ലാവരും മാസ്റ്റർ എന്നാണ് വിളിച്ചു പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ ഹ്യൂട്ടി ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരും അദ്ദേഹത്തിനോട് തങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ നിസ്സാരമായി അല്ലെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ ചോദ്യത്തെ നേരിട്ടുകൊണ്ട് ഒന്നും പറയാതെ നടന്നകലുമായിരുന്നു. ഒരു ദിവസം ഒരു സെൻ ആത്മീയ ആചാര്യനായ ബാനിൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാനായി, ഇദ്ദേഹം സെൻ മാർഗം സ്വീകരിച്ച വ്യക്തിയാണോ എന്ന് പരീക്ഷിക്കാനായി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. അദ്ദേഹത്തിനോട് ചോദിക്കും, ഹ്യൂട്ടി, താങ്കൾ പറയൂ, എന്താണ് സെൻ? ഹ്യൂട്ടി തന്റെ തോളിലിരിക്കുന്ന ഈ ഭാണ്ഡം കുനിഞ്ഞ് താഴെ വെച്ച് നിവർന്ന് ദൃഢഗാത്രനായി നിൽക്കും. അപ്പൊ ബാനിൻ അടുത്തതായി ചോദിക്കും, എന്താണ് സെന്നിന്റെ ലക്ഷ്യം എന്ന്. ഹ്യൂട്ടി വീണ്ടും കുനിഞ്ഞ് ഈ ഭാരമെടുത്ത് തന്റെ ചുമലിലേറ്റി ഒന്നും മിണ്ടാതെ ഉരിയാടാതെ നടന്നകലും. അപ്പൊ ബാനിന് മനസ്സിലായി, തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഭാരങ്ങളും ഉപേക്ഷിച്ച് വളരെ സ്വതന്ത്രനായി ദൃഢഗാത്രനായി നിൽക്കാൻ സാധിക്കുന്ന, അതേപോലെ ഈ ഭാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഈ ഭാരം ചുമക്കാൻ സാധിക്കുന്ന, അങ്ങനെ ചുമക്കുമ്പോൾ ഭാരം ഇല്ലാതാവുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ സാധിക്കുന്ന, ഈ കാണുന്നതൊന്നും ഒന്നുമല്ല എന്ന് അറിയാൻ കഴിവുള്ള സെൻ മാർഗം സ്വീകരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഹ്യൂട്ടി എന്ന് ബാനിന് മനസ്സിലാവുന്നു. ഇതാണ് സെന്നിനെ കുറിച്ച്, എന്താണ് സെൻ എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ള ഒരു ചെറിയ കഥ. അപ്പൊ നമുക്ക് ഈ പുസ്തകത്തിന്റെ ചർച്ചയിലേക്ക് കടക്കാം. ഇതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, just subtle shifts in your habits and perspective, that is all you need to live simply. നിങ്ങളുടെ ജീവിതത്തിലുള്ള ശീലങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടിലും വളരെ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലളിതമായ ഒരു ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നുള്ള പ്രാക്ടീസസ് ആണ് ഈ പുസ്തകത്തിലുടനീളം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് 4 പാർട്ടായിട്ടാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് 30 ways to energize your present self ആണ്. പാർട്ട് 2 30 ways to inspire confidence and courage for living. പാർട്ട് 3 20 ways to alleviate confusion and worry. പാർട്ട് 4 20 ways to make any day the best day. ഇത്രയും 4 പാർട്ടുകളായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തം 100 പ്രാക്ടീസസ് ഡിസ്കസ് ചെയ്യുന്നു. ഓരോ ചാപ്റ്ററും ഒരു പേജ് മാത്രമാണുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിലുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഒറ്റ പേജാണ്. അപ്പൊ അതിലെ അടുത്ത പേജ് എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക് ആണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ പേജിലും ഓരോ പ്രാക്ടീസസ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും മടുപ്പ് അനുഭവപ്പെടുകയില്ല. ഓരോന്നും അത്രയും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ പാർട്ടിലെയും 2 കണ്ടന്റ് മാത്രമാണ് ഇവിടെ പറയാൻ സമയം ഉണ്ടാവുക. അത് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ പാർട്ട് 30 ways to energize your present self എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ട്രൈ മേക്കിംഗ് എ സട്ടിൽ ഷിഫ്റ്റ് ഇൻ യുവർ ഹാബിറ്റ്സ്. നിങ്ങളുടെ ശീലങ്ങളിൽ വളരെ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിൽ ആദ്യം പറയുന്ന പോയിന്റ് ഇതാണ്, മെയ്ക്ക് ടൈം ഫോർ എംപ്റ്റിനെസ്. നിങ്ങൾ ശൂന്യതക്കായി സമയം കണ്ടെത്തൂ എന്നുള്ളതാണ്. ഫസ്റ്റ് ഒബ്സർവ് യുവർ സെൽഫ്. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് മാത്രമായി സമയം ചെലവഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് പറയും, എന്താ പറയാ, അതിനെവിടെയാണ് ഇപ്പൊ സമയം, നമുക്ക് അതിന് സമയമില്ല, നമ്മൾ തിരക്ക് പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, നമുക്കൊരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമായി നമ്മളുടെ
ഒരു സോളിറ്റ്യൂഡിനായി നമ്മൾ ഒരിക്കലും സമയം അനുവദിക്കുന്നേ ഇല്ല. പക്ഷെ അദ്ദേഹം ഇവിടെ പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ സന്തോഷത്തിന്റെയും നിങ്ങളുടെ അന്തസത്തയുടെയും കാഴ്ചയെ മറക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു മറയൽ അതിനുണ്ടാവുന്നു. ഇത് നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ശൂന്യതക്കായി, എംപ്റ്റിനെസ്സിനായി സമയം കണ്ടെത്തണമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ നിങ്ങൾ മാത്രമായിരിക്കുക, നിങ്ങളുടെ ഉള്ളിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ചിന്തകളെ മെല്ലെ മെല്ലെ കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് തന്നെ നിങ്ങളെ മാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഇരിക്കാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ കോറിനെ, എന്താണ് നിങ്ങളുടെ സത്ത എന്താണ്, ഇത് വീണ്ടും വീണ്ടും മനസ്സിലാക്കാനായി, തെളിച്ചു കൊണ്ടുവരാനായി സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബി വിത്ത് യുവർ സെൽഫ് ആസ് യു ആർ, ബട്ട് വിത്തൗട്ട് ഹേസ്റ്റ്, വിത്തൗട്ട് ഇംപേഷ്യൻസ്. നിങ്ങൾ ഇവിടെ ധൃതി കൂട്ടാൻ പാടില്ല. പൂർണ്ണമായിട്ടും ക്ഷമയോടുകൂടി നിങ്ങളുടെ മാത്രം കൂടെ ഇരിക്കുക, മറ്റൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ. ഇതിനായി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഒരു ദിവസത്തിൽ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അടുത്ത ഒരു പോയിന്റ്, try your best to do what you can now. It will lead to good things. നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ പരമാവധി, അതിന്റെ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരു വ്യക്തി ഒരു വയലില് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വയൽ എന്ന് പറയുമ്പോ ഉച്ച നേരത്താണ് അദ്ദേഹം പണിയെടുക്കുന്നത്. നല്ല ചൂടുണ്ട്. ചൂടത്തിങ്ങനെ പൊരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോ കുറച്ചു ദൂരെ ഒരു ചെറിയ മേഘത്തിന്റെ കഷ്ണം അദ്ദേഹം കാണുകയാണ്, ഒരു മേഘശകലം. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഈ മേഘം എന്റെ തലക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ, എന്റെ നേരെ മുകളിൽ വരികയാണെങ്കിൽ അതിന്റെ തണലിൽ നിന്നുകൊണ്ട് എനിക്ക് പണിയെടുക്കാമല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ച അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി, എങ്കിൽ ഇന്ന് കുറച്ചു നേരം വിശ്രമിക്കാം, ഈ പൊരി വെയിലത്ത് പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ, മേഘം ഒന്ന് മാറി എന്റെ തലക്ക് മുകളിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ പാടത്തിന് മുകളിലേക്ക് വരട്ടെ, എന്നിട്ട് പണിയെടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വിശ്രമിക്കാനായി പോയി. ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, മേഘം അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. മേഘം മാറി വരുന്നതേ ഇല്ല. അദ്ദേഹത്തിന് അന്നത്തെ പണികളൊന്നും നടന്നതേ ഇല്ല. അപ്പോ ഷുൻമിയോ മസൂന ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ മേഘത്തിന്റെ പിറകെ പായാൻ വേണ്ടി പാടില്ല. നിങ്ങൾ അതിനെ ചേസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഏത് പൊരി വെയിലത്താണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അതിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് അതിനു വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചെറിയൊരു എഫേർട്ട് കൊണ്ട് തന്നെ ഈ മേഘം തെന്നി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്നതായിട്ടും അതിന്റെ തണലിൽ, അതിന്റെ ഷെയ്ഡിൽ നിങ്ങൾക്ക് സമാധാനപൂർണമായിട്ട് ഈ ഒരു പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അതേപോലെ ഇത് നിങ്ങളെ നന്മയിലേക്ക്, നല്ലതിലേക്ക് നയിക്കും എന്ന് കൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറ്റ് വിൽ ലീഡ് ടു ഗുഡ് തിങ്സ് എന്നുള്ളത്. ഡോണ്ട് ഗോ ചേസിങ് ആഫ്റ്റർ ക്ലൗഡ്സ്, യു വിൽ നെവർ ക്യാച്ച് ദം എന്നാണ് അദ്ദേഹം ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ഈ മേഘങ്ങളെ പിടിക്കാനായി പിറകെ പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാണ്. അടുത്ത പാർട്ട് വരുന്നത് 30 ways to inspire confidence and courage for living. നിങ്ങളുടെ കോൺഫിഡൻസും അതേപോലെ ധൈര്യവും കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ മാറ്റം വരുത്താനാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി.
അപ്പൊ അവിടെ പറയുന്ന ആദ്യത്തെ പോയിന്റ്, ഡിസ്കവർ അനദർ യു, ഫൈൻഡ് യുവർ ഇന്നർ പ്രൊട്ടഗോണിസ്റ്റ്. നിങ്ങൾ ഒരു വ്യക്തിയാണ്, ആ നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റൊരു നിങ്ങളെ, അനദർ യു എന്നാണ് പറയുന്നത്, ആ ഒരു മറ്റൊരു നിങ്ങളെ കണ്ടെത്താനുള്ള പരിശ്രമം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും, ഒരു കറുത്ത വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു അനദർ യു എന്ന് പറയുന്നത് ആ വെള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ നമ്മളുടെ ഇന്നർ പ്രൊട്ടഗോണിസ്റ്റിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊട്ടഗോണിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു കഥയിലെ നായകൻ എന്നുള്ളതാണ്. അതായത് ഒരു മെയിൻ ക്യാരക്ടർ ആരാണോ അവരെയാണ് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ ഈ ഒരു ഇന്നർ പ്രൊട്ടഗോണിസ്റ്റിനെ സെൻ മോങ്ക് വിശേഷിപ്പിക്കുന്നത് മാസ്റ്റർ എന്നാണ്. അപ്പൊ ഇവരെ ഇത്തരത്തിൽ ഈ മാസ്റ്ററെ കണ്ടെത്താനായി അവർ ചെയ്യുന്ന ഒരു ടെക്നിക് എന്ന് പറയുന്നത്, ഈ മാസ്റ്ററോട് അവർ സംസാരിക്കും. അതായത് ഒരു സെൻ മോങ്ക് ഇത്തരത്തിലാണ് സംസാരിക്കുക, ഹേ മാസ്റ്റർ, ആർ യു ദർ? അപ്പൊ നമ്മളുടെ ഇന്നർ സെൽഫ്, ഈ മാസ്റ്റർ തിരിച്ചു പറയും, യെസ് ഐ ആം ഹിയർ, ഐ ക്യാൻ ഹിയർ യു. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയൂ എന്ന് ആ ഒരു ഇന്നർ സെൽഫ് നമ്മളോട് സംസാരിക്കും. ഇത്തരത്തിലുള്ള സെൽഫ് ടോക്കിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു മാസ്റ്ററോടുള്ള സംസാരത്തിലൂടെ ഈ ഒരു ഇന്നർ പ്രൊട്ടഗോണിസ്റ്റിനെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ സെൻ മോങ്സ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ഇന്നർ പ്രൊട്ടഗോണിസ്റ്റിലെ ഈ ഒരു മാസ്റ്റർക്ക് ബൗണ്ട്ലെസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് കഴിവുകളുള്ള, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വിശിഷ്ടമായ ഒരു കോറാണത്. അപ്പൊ അതിനെ ഉയർത്തുന്നതിലൂടെ, അല്ലെങ്കിൽ അതിനെ ഉണർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ സാധ്യമാവും എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ ഈ നായകനെ ഉണർത്താനുള്ള, ഫൈൻഡ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത ഒരു പോയിന്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. വെൻ യു ഗിവ് അപ്പ്, യുവർ പൊട്ടൻഷ്യൽ ഡ്രോപ്സ് ടു 0. നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുക, ആത്മവിശ്വാസം വളർത്തുക. നിങ്ങൾ എപ്പോഴാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇതിന് ഞാൻ പ്രാപ്തനല്ല, ഇത് എനിക്കുള്ളതല്ല എന്നുള്ള ചിന്തകളിലൂടെ ഇതിനെ അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ട്രൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ 0യിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ എല്ലാ സാധ്യതകളുടെയും വാതിലുകൾ തുറക്കുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ഇന്നർ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം, എനിക്കിത് ചെയ്യാൻ സാധിക്കും, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത്, ആ നേരം മുതൽ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് സാധ്യതകളുടെ വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇന്നർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾ ആദ്യം ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തി വീണ്ടും എനിക്കിത് ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി നേടിയെടുത്ത എന്തെങ്കിലും അനുഭവം ഇവിടെ ഷെയർ ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാണ്ടോ? അതായത് ആത്മവിശ്വാസത്തിലൂടെ പറയൂ. മാഡം പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കാവോ? അതായത് ആവശ്യപ്പെട്ട കാര്യം എന്താ? അതായത് നിങ്ങൾ ആദ്യം ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന മനസ്സിനെ വിശ്വാസപ്പെടുത്തി നിങ്ങളൊരു ആത്മവിശ്വാസം കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം. എൻ്റെ ജീവിതത്തില് പിന്നെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നത്, ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തപ്പം വാഗമണ് പോകുന്ന വഴിക്ക് തീക്കോയി എന്ന് പറഞ്ഞ സ്കൂളിലാണ്. അപ്പോൾ അവിടെ പിന്നെ ഹയർ സെക്കൻഡറിയിലൊക്കെ 100% വളരെ റെയറാണ്. എന്നാൽ ഞങ്ങളുടെ മാനേജ്മെന്റിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും ഇപ്പം 100% ഉണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറി 100% വളരെ റെയറാണ്. ഇക്കൊല്ലമൊന്നും ആർക്കും ഇല്ല, ഞങ്ങളുടെ മാനേജ്മെന്റിൽ ഇല്ല. 18 സ്കൂളുകളാണ്, എല്ലാം 99.9 ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പം ഞാനൊരു 6-7 വർഷം മുമ്പാ. അപ്പോൾ അവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ ടീച്ചേഴ്സുമായിട്ട് അത്ര ടേംസിലൊന്നും അല്ലായിരുന്നു പല കാര്യങ്ങൾ കൊണ്ട്. എന്തായാലും ആ വർഷം 100% വിജയം നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു കൊമേഴ്സ് ഉള്ള ഒരു കുട്ടി അവന് വളരെ എന്താണ് ഒരു അതായത് അപ്പൊ അവന് ID ആക്കാൻ വകുപ്പില്ല താനും, പക്ഷെ ഒരു ബോധവും ഇല്ല. അപ്പൊ അവന് ഞാൻ അക്കൗണ്ട് ബിസിനസ് വരെ ഞാൻ പഠിച്ച കുറേയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ 100% ആ വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സ്കൂളിൽ, ഇതുവരെ ആ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ, നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. ഹയർ സെക്കൻഡറിയിൽ ആദ്യമായിട്ട് 100% കൊണ്ടുവരാൻ ഒരു പദ്ധതി ഇട്ടു. അങ്ങനെ പദ്ധതി ഇട്ടില്ല, ബൈ ചാൻസ് ആയിട്ട് അങ്ങനെ സംഭവിച്ചു. ഓക്കെ, താങ്ക് യു ഷാജി മാത്യു സർ. വളരെ മനോഹരമായ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക് യു. രമാവതി മാഡം എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഞാൻ CHC 6 മാസം DHC 6 മാസമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം DHC 6 മാസം ചേർന്നിട്ടാകുമ്പം കാരണം അത് സമയം അത്രേ ഉണ്ടാവുള്ളൂ, പഠിക്കാനുള്ള സമയം കുറവായിരിക്കും. അതുപോലെ കുറച്ച് ക്ലാസ് എല്ലാം എടുത്തു തരുള്ളൂ. അപ്പം എനിക്ക് ആ സമയത്ത് നമ്മളെ വീട്ടില് UK-യിലുള്ള മോളും കുടുംബം എല്ലാം വന്നത് മാത്രമല്ല, ഈ ഇവിടെ ഒരു മുത്തപ്പൻ തെയ്യം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കഴിപ്പിക്കാറുണ്ട്. ആ പരിപാടിയും വന്നു. ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 3 ദിവസം ട്രെയിനിങ്ങും പരീക്ഷ. അപ്പൊ എന്റെ മനസ്സ് ഇങ്ങനെ ഒരു തരത്തിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ള ചിന്താഗതിയായി. മോള് പറഞ്ഞു, മമ്മി എഴുതിയേ വേണ്ട, അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ എന്റെ മനസ്സിൽ അത് എഴുതണം എന്നുള്ള മേഡം പറഞ്ഞ പോലെ ഭയങ്കര ഇതായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാല് ഇത് അന്വേഷിച്ചിട്ട് നമ്മ കണ്ണൂര് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഫാസില, ചെറിയ പെൺകുട്ടിയാണ്, ഫാസിൽ ഒരു അബൂബക്കർ സാറുമായിട്ട് ബന്ധുവാണ്. അപ്പൊ പരിചയപ്പെട്ട് ഫാസിൽ എനിക്ക് എന്തായാലും പരീക്ഷ എഴുതണം, ഞാൻ ട്യൂഷന് വന്നോട്ടെ പറഞ്ഞു. അപ്പൊ അനീഷിനെ വിളിച്ചു. അനീഷ് എന്റെ ഫ്രണ്ടാണ്. അനീഷിന് മോന്റെ കല്യാണമായിട്ട് കുറച്ച് പ്രയാസമുണ്ടായി. അങ്ങനെ നമ്മൾ രണ്ടുപേരും 2 ദിവസം ട്യൂഷനൊക്കെ പോയി അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ നമ്മളെ. അങ്ങനെ പരീക്ഷ എഴുതി ഞാൻ 74% പാസ്സായി. താങ്ക് യു രമാവതി മാം. ഷാജി സാർ പറഞ്ഞാണെങ്കിലും സാറിന്റെ കഴിവിൽ വിശ്വസിച്ച് ആ ഒരു സ്കൂളിൽ അത്രയും മികച്ച ഒരു റിസൾട്ട് കൊണ്ടുവന്നു. അതേപോലെ രമാവതി മാഡത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് എപ്പോഴാണ് അവനവനെ വിശ്വസിക്കാൻ തുടങ്ങിയത്, അപ്പോഴാണ് മാഡത്തിന്റെ ജീവിതത്തിൽ അത്ര നല്ല ശതമാനത്തോടു കൂടി ഒരു പരീക്ഷ പാസ്സാവാൻ സാധിച്ചത്. ഇത്തരത്തിൽ നമ്മളുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾക്ക് ഒരുപാട് സാധ്യതകളുടെ വാതിലുകൾ തുറന്നു വരാൻ തുടങ്ങുമെന്ന് അദ്ദേഹം ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ പ്രാധാന്യം, നമ്മളെ വിശ്വസിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഈ ചാപ്റ്ററിൽ ഓർമ്മിക്കുകയാണ്. ഇവിടെ ഞാൻ എഴുതിയ ഒരു കുറിപ്പെന്നോ കവിതയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, അത് ഞാൻ വായിക്കുകയാണ്. നീ തന്നെ യഥാർത്ഥ ശക്തി. നിന്റെ മുന്നോട്ടുള്ള യാത്രയിലെ ഓരോ പടവുകളിലും മനസ്സിന്റെ ശക്തമായ പിന്തുണ കൂട്ടായി പാറി വന്നാൽ ജയിച്ചു കയറാൻ അസാധ്യമായ പർവ്വത ശിഖരങ്ങളൊന്നും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല. എങ്ങുന്നില്ലാതെ പാഞ്ഞു പോകുന്ന മനസ്സിന്റെ കടിഞ്ഞാൺ നീ മുറുകെ പിടിക്കുക. അലഞ്ഞു നടക്കുന്ന ചിന്തകളുടെ കാണാക്കയത്തിലേക്ക് അതിനെ പറഞ്ഞയക്കാതെ നല്ല നാളേക്കായുള്ള നിന്റെ സന്നാഹങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ സേനാനായകനായി തന്നെ നീ മനസ്സിനെ നിയമിക്കൂ. നിനക്ക് വിജയം സുനിശ്ചിതം. അപ്പോ ഇത്തരത്തിൽ നീ തന്നെയാണ് ശക്തി എന്ന് മനസ്സിലാക്കുന്നിടത്ത് പുതിയ പുതിയ സാധ്യതകൾ, പുതിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ അടുത്ത പോയിന്റ് പാർട്ട് 3 വരുന്നതാണ് 20 ways to alleviate confusion and worry. Try changing how you interact with others. നിങ്ങളുടെ കൺഫ്യൂഷൻസും വറിയും കുറക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഫോക്കസ് ഓൺ others' merit, especially when their faults are on display. നിങ്ങൾ മറ്റുള്ളവരുടെ നന്മയിൽ
ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രത്യേകിച്ച് അവരുടെ തിന്മയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന സമയത്തും ആ ഒരു സമയത്തും നിങ്ങൾക്ക് അവരിൽ അവരുടെ നന്മ മാത്രം ശ്രദ്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരു നല്ല ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നിങ്ങൾ എത്ര മോശം വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ എമിറ്റ് ചെയ്യുന്നത് അതായത് നന്മ മാത്രമാണെങ്കിൽ, നിങ്ങൾ അവരുടെ നന്മയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവരോട് ബിഹേവ് ചെയ്യുന്നതും അവരോട് ഇടപഴകുന്നതും എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അവരെത്ര മോശം വ്യക്തിയാണെങ്കിലും അവരുടെ നന്മയുടെ ഭാഗത്ത് നിന്നാണ് ആ എനർജി നിങ്ങൾക്ക് റിസീവ് ആവുക. അല്ലെങ്കിൽ അവർ നിങ്ങളോട് നന്മ കലർന്ന രീതിയിൽ മാത്രമേ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. ഇത് എന്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ നന്മ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണിത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇൻ ബോത്ത് ഗാർഡൻസ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് വാട്ട് ഇസ് പാരമൗണ്ട് ഇസ് ഹാർമണി. ഒരു പൂന്തോട്ടത്തിലും വ്യക്തിഗത ബന്ധങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന്റെ സ്വരച്ചേർച്ചയാണ് അല്ലെങ്കിൽ യോജിപ്പാണ്. അപ്പൊ അദ്ദേഹം ഇത് ഒരു ഗാർഡനുമായി ചേർത്ത് വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഷുൻമിയോ മസൂനോ ഡിസൈൻ ചെയ്ത ഒരു സെൻ ഗാർഡൻ ആണിത്, അതിന്റെ ചിത്രമാണിത്. സെൻ ഗാർഡൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻ ഗാർഡൻസിൽ പൂക്കൾ ഉണ്ടാവില്ല. അതിൽ ചരളുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കും, ആ ചരലുകളിൽ കൃത്യമായ ലൈൻസ് ഇട്ടിരിക്കും. പിന്നെ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു റോക്ക് ശിലകൾ അവിടെ ഇവിടെയായി സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോ വ്യത്യസ്തമായ അതിന് ആപ്റ്റായ മരങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒരുപാട് വേക്കന്റ് സ്പേസ് ഉണ്ടാവും. ഇതൊക്കെയാണ് സെൻ ഗാർഡൻസിന്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻ ഗാർഡൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അവലംബിക്കുന്ന ഒരു മാർഗം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരു ചെടിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂഡ് എന്താണ്, ഒരു വ്യക്തിക്ക് ആ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂഡ് എന്താണ് എന്നുള്ളത് ആദ്യം ചിന്തയിൽ കൊണ്ടുവരും. അതായത് അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കും. ഇതേപോലെ ആ മരം എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്, ഏത് ഡയറക്ഷനിൽ വെക്കണം എന്നുള്ളത്, അത് മറ്റൊരു ചെടിയുമായി അല്ലെ മരവുമായി എത്ര അകലത്തിൽ വെക്കണം എന്നുള്ളത്, ഇതിനെ ചുറ്റും എവിടെയൊക്കെയാണ് കല്ലുകൾ വെക്കേണ്ടത്, എത്തരത്തിലുള്ള ആകൃതിയുള്ള കല്ലുകളാണ് വെക്കേണ്ടത്, ആ കല്ലുകൾ ഏത് ദിശ നോക്കിയാണ് വെക്കേണ്ടത്, ഇതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ട് ചിന്തിച്ചിട്ടാണ് ഓരോ സെൻ ഗാർഡനും അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ യുണീക്ക് എലമെന്റ്സിന്റെയും ഐഡന്റിറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ആദ്യം അദ്ദേഹം നടത്തും. ഇതേപോലെ തന്നെയാണ് ബന്ധങ്ങളിലും ഓരോ വ്യക്തികളുടെയും അവരുടെ ഐഡന്റിറ്റി എന്താണ്, അവരുടെ ഒരു യുണീക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ അവരെ പ്ലേസ് ചെയ്താൽ, പ്രതിഷ്ഠിച്ചാൽ മാത്രമേ അതിനൊരു ഹാർമണി അല്ലെങ്കിൽ ഒരു യോജിപ്പ്, ഒരു എന്താ പറയാ, ഒരു സ്വരച്ചേർച്ച, ഒരു ഗാർഡൻ എത്രമാത്രം മനോഹരമാണോ അതേപോലെ ബന്ധങ്ങളും മനോഹരമാവണമെങ്കിൽ ഇത്തരത്തിലൊരു സ്വരച്ചേർച്ച ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ സ്വരച്ചേർച്ച ഉണ്ടാവാനായിട്ട് വ്യക്തികളുടെ മെറിറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്. അടുത്ത ഒരു പോയിന്റ് ഫൈൻ ട്യൂൺ യുവർ ടൈമിംഗ് എന്നുള്ളതാണ്. ദിസ് അപ്ലൈസ് ജസ്റ്റ് ആസ് വെൽ ടു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അതായത് നിങ്ങളുടെ ടൈമിങ്ങിനെ ഫൈൻ ട്യൂൺ ചെയ്യുക. ഇതിനൊരു ഉദാഹരണമായിട്ട് ഒരു ജപ്പാനീസ് സെയിങ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പഴഞ്ചൊല്ലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെയിങ്. അത് ഇപ്രകാരമാണ്: സൊട്ടാക്കു ഡോജി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പെക്കിംഗ് സൈമൾട്ടേനിയസ്ലി ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്. അതായത് ഇവിടെ ഒരു ഉദാഹരണമായി പറയുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പൊ കോഴിമുട്ട, പെക്കിംഗ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കൊത്തുക എന്നുള്ളതാണ്, വുഡ് പെക്കർ എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ ഈ ഒരു കോഴിമുട്ട, ഈ കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരണം അല്ലെ.
അപ്പൊ ഈ വരുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞ് ഈ മുട്ടക്കുള്ളിൽ കിടന്ന് ഈ മുട്ടയുടെ തോടിൽ തന്റെ ചെറിയ കൊക്ക് കൊണ്ട് 2 തവണ മെല്ലെ ഇങ്ങനെ കൊത്തും, പെക്ക് ചെയ്യും. അപ്പൊ പുറത്തിരിക്കുന്ന ഈ തള്ളക്കോഴി, അമ്മക്കോഴി ഇത് കേൾക്കാനായി തന്റെ കാത് കൂർപ്പിച്ച് വെക്കും. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടാല് ഈ തള്ളക്കോഴി തിരിച്ച് 2 പ്രാവശ്യം കൊത്തും. അപ്പൊ ഇങ്ങനെ കൊത്തി തന്റെ കുഞ്ഞിനെ പുറത്ത് വരാനായിട്ട് ഈ തള്ളക്കോഴി സഹായിക്കും. അപ്പൊ ഈ ഒരു തള്ളക്കോഴി പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഈ ഒരു കുഞ്ഞിന്റെ ശബ്ദം, കുഞ്ഞ് തയ്യാറായാൽ, പുറത്തേക്ക് വരാൻ തയ്യാറായാൽ മാത്രമാണ് ഇത് കൊത്തുക. അപ്പൊ ആ ശബ്ദം കേൾക്കാനായിട്ട് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കണം. അപ്പോ ഈ തള്ളക്കോഴി ഈ ഒരു സഹായിക്കുന്ന ടൈമിങ്ങിൽ ചെറിയൊരു തെറ്റ് വന്നാല് ഈ കുഞ്ഞിക്കോഴി ചത്തുപോകും. അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ടൈമിങ്ങിനെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇവിടെ ഇത് നിങ്ങൾക്ക് പാരന്റിങ്ങിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ട്രെയിനിങ് തരാണ്. അപ്പൊ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ്, നിങ്ങൾ ഈ ഒരു ലെവൽ ട്രെയിനിങ് കഴിഞ്ഞ് അതിന് പ്രാപ്തമായെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർക്ക് ഇത് അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ഐ ഹാവ് ഗ്രാസ്പ്ഡ് ഇറ്റ് ഇനഫ്, അല്ലെങ്കിൽ ഞാനത് എക്വയർ ചെയ്തു എന്ന് അവരെ മനസ്സിലാക്കിക്കേണ്ട ബാധ്യത അല്ലെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അങ്ങനെ അവർക്കത് മനസ്സിലായാൽ മാത്രമേ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡോണ്ട് ബി ടു റഷ്ഡ് ഓർ ടു റിലാക്സ്ഡ്. കൃത്യസമയത്ത് ആ ഫൈൻ ട്യൂണിങ്ങിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പൊ അടുത്ത 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 20 ways to make any day the best day. ഏതൊരു ദിവസവും ഏറ്റവും മികച്ച ദിവസമാക്കാനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലുള്ള 20 വഴികളാണ് പറയുന്നത്. ട്രൈ ഷിഫ്റ്റിംഗ് യുവർ അറ്റൻഷൻ ടു ദ പ്രസന്റ് മൊമെന്റ്. ഈ ഒരു ഇന്നത്തേതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക്, ഈ പ്രസന്റിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത തന്നെയാണ് ഇതിലെ 20 വഴികളിലും ചർച്ച ചെയ്യുന്നത്. അവിടെ മൈൻഡ്ഫുൾനെസിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള റെലവെന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. എനിക്ക് റെലവെന്റ് ആയിട്ട് തോന്നിയത്, നിങ്ങൾ വായിച്ചാൽ ഇതിനേക്കാളും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോന്നും അത്രയും യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ പുസ്തകം വാങ്ങിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഡോണ്ട് ബി എ ഷോ ഓഫ്. നിങ്ങളൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പൊങ്ങച്ച കാണിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ആകർഷകത്വമുള്ള വ്യക്തികൾ, അവരുടെ ആ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ക്യാരക്ടറിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യമാണിത്. അവർ അവരുടെ ജീവിതത്തിൽ സ്ഥാനലബ്ധിയോ അല്ലെങ്കിൽ പണത്തിലോ മുന്തിയ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, ഉയർച്ചയിലേക്ക് വരുമ്പോൾ, അവർ ഒരിക്കലും അവരെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് പറയാറില്ല ആൾക്കാരുടെ മുന്നിൽ. അവരെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഓറ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ ദൈവത്തിന്റെ എല്ലാം പിറകിൽ ഇങ്ങനെ ഒരു വെള്ള ചക്രം അല്ലെങ്കിൽ ഒരു മഞ്ഞ ചക്രം കാണില്ലേ, അപ്പൊ അതേപോലെ ഒരു ഓറ അവരിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എനർജിയുടെ ഒരു ഓറ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ ഇത്തരത്തിലുള്ള അവരുടെ ഒരു ക്യാരക്ടറുള്ള ഒരു വൈഭവം എന്ന് പറയുന്നത് അവരൊരിക്കലും അവരിലൂടെ പറയുന്നില്ല. അതിനൊരു എക്സാമ്പിളായി അദ്ദേഹം പറയുന്നത് പ്ലം പഴങ്ങൾ, പ്ലം ട്രീ, അത് പൂക്കുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പ്ലം ട്രീസ്, പ്ലം മരങ്ങൾ പൂക്കുമ്പോൾ വളരെ എന്താ പറയാ മനോഹരമായ സുഗന്ധം പുറപ്പെടുവിച്ചുകൊണ്ടാണ് അവർ പൂക്കുന്നത്. അപ്പൊ പ്ലം ട്രീ ഒരിക്കലും തന്റെ ഈ സുഗന്ധത്തെ കാറ്റിലേക്ക് തള്ളിവിടാറില്ല. അതിങ്ങനെ വളരെ മനോഹരമായി പൂക്കുന്നു, തന്റെ സുഗന്ധം കാറ്റ് വഹിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് തന്റെ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് അവർ കൊടുക്കുന്നത് കാറ്റിനാണ്. ഇത്തരത്തിൽ വലിയ നിലകളിൽ എത്തുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു ഉന്നതിക്ക് കാരണക്കാരായ ആൾക്കാരുടെ നന്ദിയിലൂടെയോ അല്ലെങ്കിൽ അവരാണ് ഇതിന് തനിക്ക് സപ്പോർട്ടായി നിന്നത് എന്നുള്ള രീതിയിൽ അവരിലേക്ക് അതിന്റെ നന്മ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു.
തങ്ങളെക്കുറിച്ച് അവരെവിടെയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോ ട്രൂ കരിസ്മ കംസ് അക്രോസ് വിത്തൗട്ട് സേയിങ് എ വേർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഒന്നും പറയേണ്ടതില്ല, നിങ്ങളുടെ മഹിമ ഈ കാറ്റ് വലിച്ചു കൊണ്ടുപോയിക്കോളും. നിങ്ങൾ വെറുതെ പൂത്താൽ മാത്രം മതി, നിങ്ങളുടെ സൗരഭ്യം ഈ ലോകം മുഴുവൻ പരക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനത്തെ പോയിന്റ് ഇതാണ്, മേക്ക് എവറി പ്രിപ്പറേഷൻ, ഡെസ്റ്റിനി കംസ് ഫോർ ഓൾ ഓഫ് us. നിങ്ങൾ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരു പ്രിപ്പറേഷന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇത് പറയാനായി അദ്ദേഹം ഒരു സെൻ കഥയാണ് അവലംബിക്കുന്നത്. ഈ സെൻ കഥയിലും കഥാപാത്രങ്ങളായിട്ടുള്ളത് പ്ലം മരങ്ങൾ തന്നെയാണ്. 2 പ്ലം മരങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്ലം മരം, ഇത് രണ്ടാമത്തെ പ്ലം മരം. ഈ ഒന്നാമത്തെ പ്ലം മരം അതിശൈത്യത്തിൽ, അതായത് വിന്റർ ആണ് കാലാവസ്ഥ, ഈ ഒരു അതിശൈത്യത്തിൽ തന്നെ അടുത്തതായി വരാൻ പോകുന്നത് വസന്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വസന്തത്തിൽ തനിക്ക് പൂക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള തന്റെ ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് അതിനായി അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കും, അതായത് ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലം മരം. എന്നാൽ രണ്ടാമത്തെ പ്ലം മരം ആകട്ടെ, ഇപ്പൊ ഭയങ്കര തണുപ്പാണല്ലോ, പുതച്ചു മൂടി ഇവിടെ ഇരിക്കാം എന്നുള്ള ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡോട് കൂടി വസന്തം വരട്ടെ അപ്പോൾ നോക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി മടിയനായി അലസനായി ഒരുക്കങ്ങളൊന്നും തന്നെ ചെയ്യാതെ കൂടിയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇളം ചൂട് കാറ്റോടുകൂടി വസന്തം വന്നു. അന്ന് എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത ഒന്നാമത്തെ പ്ലം മരം മുഴുവനായി പൂത്തുലയും. ആ വസന്തത്തിന്റെ കാറ്റ് ഏൽക്കുമ്പോൾ തന്നെ തന്റെ സന്നാഹങ്ങളെല്ലാം പൂർത്തിയാക്കി വെച്ച ഒന്നാമത്തെ പ്ലം മരം മുഴുവനായി പൂത്തുലയും ലോകത്തിൽ എവിടെയും തന്റെ സുഗന്ധം പരത്തും. എന്നാൽ രണ്ടാമത്തെ പ്ലം ചെടിയോ, അത് മനസ്സിലാക്കുന്നത് വസന്തം വന്നു, താനിനി ഇതിനായി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് ആ സമയത്ത് മനസ്സിലാക്കുകയും അത് മെല്ലെ മെല്ലെ തന്റെ പൂക്കളെ വിടർത്താനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്യും, അതിനായി പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷെ രണ്ടാമത്തെ ദിവസം വസന്തം പോയി മറയും. ഇങ്ങനെ പോയി മറയുമ്പോൾ മുഴുവനായി പൂത്തുലഞ്ഞ ഒന്നാമത്തെ പ്ലം മരവും പകുതി മാത്രം പൂത്ത, മുഴുവനായി കണ്ണുകൾ തുറക്കാൻ സാധിക്കാത്ത, തന്റെ ഇളം മൊട്ടുകളെന്നോ അല്ലെങ്കിൽ മുഴുവൻ പൂക്കാൻ സാധിക്കാത്ത പൂവുകളെന്നോ പറയാൻ സാധിക്കുന്ന മുഴുവൻ മരവുമായി ഈ രണ്ടാമത്തെ പ്ലം ചെടി അല്ലെങ്കിൽ പ്ലം മരം അവിടെ ബാക്കിയാവും. അതിന് വളരെ നിരാശ തോന്നും. അപ്പൊ ഒന്നാമത്തെ പ്ലം ചെടി ചെയ്തത് എന്താണ്? തന്റെ ഏറ്റവും കഷ്ടപ്പാടുള്ള സമയത്ത് പോലും വരാനിരിക്കുന്ന ആ ഒരു സമയത്തിനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും അത് ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുക്കി കറക്റ്റ് സമയമാകുമ്പോൾ അത് അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടി മുഴുവനായി പൂക്കാൻ അതിന് സാധിച്ചു. രണ്ടാമത്തെ പ്ലം ചെടി നിരാശനായി മുഴുവൻ പൂക്കാൻ സാധിക്കാതെ ഇളം മൊട്ടുകളോടുകൂടി ബാക്കിയാവുകയും ചെയ്തു. ഇത്തരത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് തന്റെ അവസരങ്ങളെ ചാടി പിടിക്കുന്ന വ്യക്തികളായിരിക്കും. There are those who seize the opportunities and those who let them pass. ഇത്തരത്തിൽ നിങ്ങളുടെ അവസരങ്ങളെ ചാടി പിടിക്കുന്ന വ്യക്തികളായി മാറാൻ നിങ്ങൾക്കും സാധ്യമാവട്ടെ. അത് കൈവിട്ട് കളയുന്ന വ്യക്തികളാവാതിരിക്കട്ടെ നിങ്ങളും. നിങ്ങളുടെ കഠിനമായ അവസ്ഥകളിലും വരുന്ന നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമാവട്ടെ എന്നുകൂടി ഇവിടെ പറയുകയാണ്. ഇതിന്റെ കൺക്ലൂഷൻ, അതായത് ഈ പുസ്തകത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതിന് വരുന്ന 2 ചാപ്റ്റേഴ്സിന്റെ ചെറിയൊരു കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്ത് നമുക്ക് റീക്യാപ്പിലേക്ക് പോവാം. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വർഷം മുന്നോട്ടേക്ക് ബാക്കിയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല അതെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ബാക്കിയാവുന്നത് നാളെ മാത്രമാണ്, നാളെ ഒരു ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ബാക്കിയുള്ളത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ജീവിതം എന്ന് പറയുന്നത് ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ തീർന്നു പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം. അപ്പോ ഇന്ന് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി
നിങ്ങളുടെ ജീവിതത്തെ കാണാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്. അതേപോലെ നിങ്ങളുടെ ഈ ബോഡി എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കും അത് എന്റേതാണ്, നിങ്ങൾ പ്രോസസ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് നിങ്ങൾക്ക് സേഫ് കീപ്പിങ്ങിനായി തന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കൃത്യമായി പരിപാലിച്ച് കെയർ ചെയ്തിട്ട് അതിനെ തിരിച്ചേൽപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എത്ര കാലം, എത്ര ഡ്യൂറേഷൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിന്റെ പ്രാധാന്യത്തിനേക്കാളേറെ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിച്ചത് എന്നുള്ളതാണ് ലോകം കൗണ്ട് ചെയ്യുക. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഇനി ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം വായനക്കാർക്കായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം അവസാനിപ്പിക്കുന്നത്. എന്നെ കേട്ട എല്ലാവർക്കും റീക്യാപ്പിലേക്ക് അടക്കാം, നമുക്ക് എന്നിട്ട് കൺക്ലൂഷനിലേക്ക് പോവാം. അപ്പോ എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? മേക്ക് ടൈം ഫോർ എംപ്റ്റിനെസ് പറഞ്ഞു, ട്രൈ യുവർ ബെസ്റ്റ് ടു ഡു വാട്ട് യു ക്യാൻ നൗ എന്നുള്ളത് പറഞ്ഞു, ഡിസ്കവർ അനദർ യു പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ബിലീവ് ഇൻ യുവർ സെൽഫ് പറഞ്ഞു, ഫോക്കസ് ഓൺ അതേഴ്സ് മെറിറ്റ്, ഫൈൻ ട്യൂണിങ് യുവർ ടൈമിംഗ്, ഡോണ്ട് ബി എ ഷോ ഓഫ്, മേക്ക് എവറി പ്രിപ്പറേഷൻ. ഇത്രയുള്ള 8 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് നമുക്ക് അടക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് അടക്കാം. ഇത് ഞാൻ ഇവിടെ ചൊല്ലിയ ഒരു കവിത തന്നെയാണ്, ഇത് വെച്ച് തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. PP രാമചന്ദ്രന്റെ വളരെ മനോഹരമായ ലളിതം എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി, ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു അറിയിക്കാനായി ഒരു ചെറിയ തൂവൽ താഴെ ഇട്ടാൽ മതി, ഇനിയും എന്റെ സന്തതി പരമ്പരകൾ ഇവിടെ ഉണ്ടാകും എന്ന് ലോകത്തിനെ അറിയിക്കാനായി ഞാൻ അടയിരുന്നതിന്റെ ചൂട് മാത്രം മതി. ഇതിലുമേറെ വളരെ ലളിതമായിട്ട് എങ്ങനെയാണ് കിളികൾക്ക് ജീവിതം ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കിളികളെ പോലെ നമ്മൾക്ക് ഏവർക്കും ലളിതമായി ജീവിക്കാൻ, നമ്മളുടെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ സാധ്യമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അൻവിത, വളരെ മനോഹരമായി 8 പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ നമുക്ക് ഈ പോയിന്റുകളിൽ കൂടെ പല പ്രാവശ്യം നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ്. മേക്ക് ടൈം ഫോർ എംപ്റ്റിനെസ്, നമ്മളുടെ ഉള്ളിലേക്ക്, അന്തരാത്മാവിലേക്ക്, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ ഒന്ന് ചേക്കേറാൻ കുറച്ച് സമയം, നമ്മളിൽ നിന്ന് എന്തെങ്കിലും പുതിയ ഈ സ്പന്ദനങ്ങളോ അല്ലെ എന്തെങ്കിലും വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും. ട്രൈ യുവർ ബെസ്റ്റ് ടു ഡു വാട്ട്, ഡിസ്കവർ അനദർ യു. തീർച്ചയായിട്ടും നമ്മളിലുള്ള മറ്റൊരാൾ, അതിന് ചില സാഹചര്യങ്ങൾ, ചില പ്രതിസന്ധികളാണ് നമ്മളിലുള്ള മറ്റൊരാളെ കണ്ടെത്താൻ പക്ഷേ നമ്മളെ കൂടുതൽ സഹായിക്കുന്നു. ബിലീവ് ഇൻ യുവർ സെൽഫ്, focus on others' merit, then fine-tuning your timing, and don't be a show. ഏറ്റവും കൂടുതൽ ഇന്ന് ചെയ്യുന്നത് അങ്ങനെയാണല്ലേ. എപ്പോഴും ഒരു ഷോ ഓഫിന്റെ തരത്തിലാണ് പലപ്പോഴും. മേക്ക് എവരി പീപ്പിൾ എവരി പ്രിപ്പറേഷൻസ് അല്ലെ, മേക്ക് എവരി പ്രിപ്പറേഷൻസ്. അനേകം പോയിന്റുകളാണ് ഈ ബുക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില സിമ്പിൾ പോയിന്റ്സ് ഇങ്ങനെയാണ്: യു കനോട്ട് റിഗ്രറ്റ് ദി ഫ്യൂച്ചർ, അതുപോലെ തന്നെ മേക്ക് സമ്മൺ ഹാപ്പി, ബി ഹിയർ നൗ, ബി പോസിറ്റീവ്, മേക്ക് മോസ്റ്റ് ഓഫ് ലൈഫ്, മേക്ക് ദ മോസ്റ്റ് ഓഫ് ലൈഫ്. അതുപോലെ ഒത്തിരി ചെറുതും വലുതുമായ കാര്യങ്ങൾ. ജോയ് ഈസ് ടു ബി ഫൗണ്ട് വിത്തിൻ യുവർ സെൽഫ്. നമ്മളെല്ലാവരും സന്തോഷം തപ്പി നടക്കും അല്ലെ, എവിടെ നിന്ന് കിട്ടും ചോദിച്ചാൽ, പക്ഷെ നമ്മളിലുണ്ട്.
അതുപോലെ നമ്മുടെ ശരീരത്തെ ഒന്ന് കാമാക്കി മാറ്റുന്നതിനും നമ്മുടെ ഇന്നർ സൈഡിലുള്ള ശരിക്കുള്ള പീസിനെ തിരിച്ചറിയുന്നതിനും ഒക്കെ ഉള്ള വഴികളാണ്. സെൻ എന്ന് പറയുമ്പോൾ ആ ഒരു പാത്വേ തന്നെ വളരെ മനോഹരമായ ഒരു പാത്വേ ആണ്. അത് സത്യത്തിൽ മനുഷ്യന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും ഇതുപോലുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ, ഇതുപോലത്തെ ബുക്ക് റിവ്യൂകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മളിലുള്ള ഒരു അനദർ പേഴ്സണെ കണ്ടെത്താനും അതിനെ കൂടുതൽ ശ്രദ്ധയോടെ ഫീഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് കിട്ടുന്നത്. സോ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ബുക്ക് റിവ്യൂ വളരെയധികം ഗുണകരമാണ്. ഇത്രയും പോയിന്റ് തീർച്ചയായിട്ടും ബുക്ക് വായിച്ച് വാങ്ങാം. ഇതിന്റെ മലയാളം അവൈലബിൾ ആണ്? മലയാളം അവൈലബിൾ ആണ്? മലയാളം അവൈലബിൾ ആണ് സർ, ആമസോണിൽ ഉണ്ടെന്ന്. യെസ് യെസ്. തീർച്ചയായിട്ടും ആ മലയാളത്തിലൂടെ ലളിത ജീവിതത്തിന്റെ കല ലളിത ജീവിതത്തിന്റെ കല. അപ്പൊ തീർച്ചയായിട്ടും ആ ബുക്ക് വായിക്കാനുള്ള ഒരു വലിയ പ്രചോദനമാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്ന ജീവിതമാക്കി മാറ്റാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു വലിയ പ്രചോദനമാണ്, ഇൻസ്പിറേഷനാണ് ഈ ബുക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബുക്കിനെ കുറിച്ച് പറയാം, ബുക്കിനെ പ്രസന്റ് ചെയ്ത വ്യക്തിയെ കുറിച്ച് പറയാം. പ്ലീസ് ഷാജി മാത്യു സർ തുടങ്ങും. ഏറ്റവും നല്ലോണം ബുക്കുകൾ റീഡ് ചെയ്യുന്ന ഒരാളാണ് ഷാജി മാത്യു സർ. തീർച്ചയായിട്ടും അമിത മാഡത്തിന്റെ ബുക്ക് പ്രസന്റേഷൻ വളരെ നല്ലതായിരുന്നു. പ്രസന്റേഷൻ ഈസ് എന്താ പറയുക, വളരെ മോഡസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാനൊക്കെ ഒരു നല്ല താല്പര്യമുണ്ട്. പിന്നെ നല്ലൊരു ബുക്കാണ് പ്രസന്റ് ചെയ്തത്. ഞാൻ അതിന്റെ ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും എനിക്ക് തിരക്കൊന്നുകൊണ്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സാബു സാർ പറഞ്ഞ പോലെ മേക്ക് ദ മോസ്റ്റ് ഓഫ് ലൈഫ്, ഫൈൻ ട്യൂൺ യുവർ ടൈമിങ്. അല്ലെ നമ്മൾ ജീവിതത്തിൽ വന്നെങ്കിൽ ടൂ റഷ്ഡ് ടൂ റിലാക്സ്ഡ്. അപ്പം ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ടൂ റഷ്ഡായി പോകും. അതുകൊണ്ട് തന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ ശാന്തത ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. ഇപ്പം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നാറുണ്ട്. ഷിഫ്റ്റിംഗ് യുവർ അറ്റൻഷൻ ടു ദ പ്രസന്റ് മൊമെന്റ്, ഡോണ്ട് ബി എ ഷോ ഓഫ്. അതുപോലെ തന്നെ മാഡത്തിന്റെ കവിത, മാഡം എഴുതിയെന്ന് പറഞ്ഞ കവിത കാണിച്ചത് വളരെ മീനിങ് ഫുൾ ആണ്. ഫോക്കസ് ഓൺ അതേഴ്സ് മെരിറ്റ്സ് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതാണ്. നമ്മൾ മറ്റുള്ളവരിലെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. മെരിറ്റ്സ് ഫോക്കസ് ചെയ്യാന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ സമാധാനത്തിന്റെ മാർഗമാണ്. മേക്ക് എവരി പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഒരു ബുക്ക്, അതിൻ്റെ നല്ല റിവ്യൂ. ബുക്കിന്റെ പേര് ഞാൻ മറന്നുപോയി, അത് നോക്കിക്കോളാം. എനിവേ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സാബു സാർ. ഓക്കെ, വളരെ പറയുന്ന വത്സത് സാർ, രമാദേവി മാം, ഹരികൃഷ്ണൻ, പത്മനാഭൻ, നാഷ്, മിനു, വിവോ, ഹസീന, അബ്ദുൾ റഹീം സാർ, അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. നിങ്ങളുടെ ഓരോ വാക്കിലും ഇത് പ്രസന്റ് ചെയ്ത ആളുടെ മനസ്സിലേക്ക് ലഭിക്കുന്ന പോസിറ്റീവിന് വളരെയധികം വിലയുണ്ട്. അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ അത് വളരെ ക്രിയാത്മകമായ റിസൾട്ടിലേക്ക് കൊണ്ടുവരും, അല്ലേ? നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്താനും തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു അപ്രിസിയേഷനാണ്. എപ്പോഴും പോസിറ്റീവ് സ്റ്റോക്കിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, രണ്ടുപേർക്കും ഒരുപോലെ. ആരാണ് അൺമ്യൂട്ട് ചെയ്തത്? ഹരികൃഷ്ണൻ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നല്ല സെഷൻ ആയിരുന്നു സാർ, ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല ഒരു ഓറ, നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ മാഡം ക്ലാസ് എടുത്തു. നല്ല കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ അതിമനോഹരമായിരുന്നു ക്ലാസ്. പിന്നെ റാൻഡം ചൂസിങ് ബുക്സ് പോലെ ഇത് കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ബുക്കിനെ പറ്റി കേൾക്കുന്നത്. പിന്നെ സാറും ബാക്കി പോയിന്റുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ബുക്കുകളും പ്രസൻസ് ഓഫ് മൈൻഡിലും പീസ്ഫുൾ ആയിട്ടിരിക്കാനും ഒരു നല്ല വേ ഓഫ് ലിവിങ് ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ക്ലാസ്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. മാഡത്തിനോടും ഒരുപാട് നന്ദിയുണ്ട്. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു മാഡം. താങ്ക് യു ഹരി. സൗണ്ട്. താങ്ക് യു സാർ. ആദ്യമേ തന്നെ സാബു സാറിനൊരു നന്ദി. ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി
ഇതേപോലെയുള്ള ആളുകളെല്ലാം കൈ പിടിച്ചു ഉയർത്താനും അവരുടെ കഴിവുകളെ ഇവിടെ പരിചയപ്പെടുത്താനും അനും അതെല്ലാം കേൾക്കാനായിട്ടുള്ള അവസരവും ഉണ്ടാക്കാനായിട്ട് സാറ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു സർവീസ് അഭിനന്ദനാർഹമാണ്. അരവിന്ദം മാം ഇങ്ങനെ കവിതയോടുള്ളൊരു താല്പര്യവും അതെല്ലാം അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളും അന്വേഷിക്കുകയും അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള അതിനുള്ള ബുക്സുകളും എടുക്കുകയും ആ ബുക്സിനെ വായിക്കുന്നതിനേക്കാൾ പാടാണ് ഇതേപോലെ ഒരു പ്രസന്റേഷനായിട്ടും അവതരിപ്പിക്കണമെങ്കിൽ എഴുത്തുകാരന്റെ കഴിവല്ല, അവതരിപ്പിക്കുന്ന ആള് അത് ഏത് രീതിയിൽ എഴുതിയെടുത്ത് എങ്ങനെ ഏത് രീതിയിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഇതിങ്ങനെ വായിച്ചാൽ ഇത്രയും ഇതായിട്ട് നമുക്കൊന്നും മനസ്സിലാവത്തില്ല, പെട്ടെന്ന് അങ്ങനെ കയറൂല തലയിലേക്ക്. അപ്പം അതിന്റെ നമ്മളെ അതിനെ മനസ്സിലാക്കേണ്ട രീതികളൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞും അവതരിപ്പിച്ചു. മാമിന്റെ തന്നെ കവിത ഉണ്ടായിരുന്നു, നന്നായിട്ട് സ്വല്പം ഇങ്ങനെ പറയാനായിട്ടൊരു സ്വല്പം എല്ലാവരിലേക്ക് പറയുന്നതിന് ചെറിയൊരു തടസ്സം പോലെ, ചെറിയൊരു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ, കാരണം ഇത് എത്തുമെന്നുള്ള ചെറിയൊരു ഇതിങ്ങനെ കണ്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ ഉണ്ടായി എന്ന് അറിയാനായിട്ട് ക്യാമറ ഒന്നും ഓണാക്കിയാൽ മതി, ഈ മാം പറഞ്ഞതല്ല ഞങ്ങളെ കേട്ടു എന്ന് അറിയിക്കാനായിട്ട് ഒരു ഫീഡ്ബാക്ക് മാത്രം മതി എന്നുള്ളൊരു അങ്ങനെ ഒരു കവിതയൊക്കെ ലാസ്റ്റ് കൊണ്ടുവന്നു. നമ്മുടെ ഇപ്പൊ തൂവലൊന്നും ഇല്ലല്ലോ, പൊഴിയാനായിട്ടുള്ള തൂവലൊക്കെ പോയി, അങ്ങനെ തൂവലൊക്കെ പോയിരിക്കുന്ന ഒരു അവസ്ഥ പൊഴിയാനായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നല്ലായിരുന്നു മാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? മിനു, വിവോ, രമാവതി മാം, യെസ് രമാവതി മാം. നമസ്കാരം. സാബു സാറ് ഒരുപാട് ആൾക്കാരെ ഇതുവരെ കൊണ്ടുവന്നിട്ട്, അതായത് നല്ല എന്താ പറയണ്ടേ, ഇതില് എനിക്ക് എപ്പോഴും തോന്നാറുള്ള സാബു സാറ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഓരോ ക്ലാസ്സിലും അങ്ങനെയാണ്. അതുപോലെ മാമിന്റെ കവിതകള് എല്ലാം കുഞ്ഞു കുഞ്ഞു കവിതകളായിരിക്കും, ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കവിതകളാണ്. ഇതന്നെ ഇപ്പം ചില കവികൾ ഇങ്ങനെ എഴുതാറുണ്ട്, അങ്ങനെ എഴുതുമ്പോ അവര് ഉറപ്പിച്ചിട്ട് 2 പ്രാവശ്യം ഓരോ വരികൾ ചൊല്ലും, അപ്പൊ ഒന്നും കൂടി ഇങ്ങനെ മനസ്സിൽ തിറക്കുന്ന രീതിയിൽ ചൊല്ലും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതായത് പ്രസന്റേഷൻ. എനിക്ക് തോന്നുന്നു ഈ ബുക്കും കുറെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ ഇത്ര പ്രാവശ്യം ആ ബുക്ക് ആദ്യം പറഞ്ഞ ഇത്ര പ്രാവശ്യം വായിച്ചിരുന്നു. കാരണം ഇത് ആവണമെങ്കിൽ ഇങ്ങനെ പ്രസന്റ് ഇങ്ങനെ ഇത് അവതരിപ്പിക്കണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടേ പറ്റുള്ളൂ. ഒരു പോറലോ തെറ്റുകളോ ഒന്നും ഇല്ലാണ്ടുള്ള പ്രസന്റേഷനാണ്. അതുപോലെ അതിൽ ഓരോ കാര്യം പറഞ്ഞ ആദ്യം തന്നെ നമ്മളോടൊരു ചോദ്യചിഹ്നമായിരുന്നു, നിങ്ങളെ എന്തെങ്കിലും അങ്ങനെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ജീവിതത്തിലെ മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 90% ആൾക്കാർക്കും അങ്ങനെയുള്ള ലൈഫിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലവർക്ക് അത് പറയാൻ മടിയായിരിക്കും, അത് എന്ത് തരത്തിലായാലും. അതിപ്പോ ചിലവർക്ക് നാണക്കേടുള്ള സംഗതിയായിരിക്കും, എന്നിട്ട് അത് ജീവിച്ചായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കോഴിക്കുഞ്ഞിന്റെ കഥ പറഞ്ഞു, മുട്ട വിരിയുമ്പോ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാന്നുള്ള രീതിയിൽ. അത് അന്നേരം എനിക്ക് ഓർമ്മ വന്നത്, ഒരു സാറ് പറഞ്ഞു, സാറ് പഠിച്ച ഒരു നോൺ ഡീറ്റെയിലോ എന്തോന്ന് അറിയില്ല, അപ്പം കള്ളന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയാണ്. കള്ളന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ബലൂണ് ഊതി വീർപ്പിച്ചിട്ട് അതിന്റെ മേലെ ഒരു തുണിയോ അങ്ങനെ ഇട്ടിട്ട് ബ്ലേഡോ ഇങ്ങനെ കൊടുത്തിട്ട് ആ ബലൂൺ പൊട്ടാതെ അത് മുറിക്കണം. അതുപോലത്തെ ട്രെയിനിങ് അതുപോലെയാണ്. ഇതിപ്പം കോഴി അത്രയും ശ്രദ്ധിച്ചിട്ട് അതിന്റെ ഇമ വെട്ടാതെയും പിന്നെ അത് കാതോർത്തിട്ട് ഇങ്ങനെ അതിന്റെ ഒച്ച വരുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കി നോക്കി ചെയ്യണം, ഇല്ലെങ്കിൽ അത് മരിച്ചു പോവും. അങ്ങനെയുള്ള ഒരു അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതില് എന്താ പറയേണ്ടത്, നമ്മളെ ഞാൻ മാഡം പറഞ്ഞില്ലേ, ഒരിക്കൽ വിചാരിച്ച് എഴുതാനിരിക്കാന്ന് ഇത് ലെഫ്റ്റ് ആവുന്നു, പിന്നെ കേട്ടിട്ട് തുടങ്ങിയിട്ടാകുമ്പോ എനിക്ക് ലെഫ്റ്റ് ആവാൻ പറ്റുന്നില്ല.
ഞാൻ ഒരു സാറിനോട് ഒരു മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ ടൈമിന്റെ കാര്യത്തിൽ നമ്മളിപ്പം അത് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പം പറഞ്ഞില്ലേ, ഇന്ന് മാത്രം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് തീർക്കാനുള്ള കുറെ കടമകള് ഉണ്ടാവും. അപ്പൊ വേഗം വേഗം ചെയ്യണം എന്നുള്ള അത് നമ്മളെ മനസ്സിനൊന്ന് ബൂസ്റ്റ് ചെയ്യാണ് ശരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഞാനും ചിലപ്പോ കുട്ടികളോടൊക്കെ പറയാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ, അല്ലെ PSC ക്ലാസ് എല്ലാം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികളെ, നിങ്ങളിപ്പം 25 വയസ്സ് 30 വയസ്സെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ PSC പരീക്ഷ ഇത് ലാസ്റ്റ് ചാൻസ് ആന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയായിരിക്കും നിങ്ങളെ പരീക്ഷ എഴുതാം. അതുപോലെ എഴുതണം. അവർ കുറെ പ്രാവശ്യം എഴുതിയവരൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ പറഞ്ഞത് ഇങ്ങനെ മരം നടുമ്പം അത് ഇങ്ങനെ ഇടവിട്ട് അതിന്റെ ഇടയിൽ കല്ലെവിടെയാ വെക്കുക. അതുപോലെ നമ്മളെ മനസ്സിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും വേണ്ടുന്ന കാര്യത്തിൽ ഉപയോഗിക്കേണ്ടതും അത്രേ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളത്. പിന്നെ ഓരോന്നും ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും എല്ലാം അതിൽ അടങ്ങിയിരുന്നു. ഏതായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ കോഴിക്കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണോ? അത് എങ്ങനെയാണ് കിട്ടിയത്? ഞാനും അതെ സർ, പെക്ക് ചെയ്യുക. അത് 2 തവണ പെക്ക് ചെയ്യുമ്പോൾ അമ്മ അത് കേട്ടിട്ട് അങ്ങോട്ടും പെക്ക് ചെയ്യും. പിന്നെ അതിനെ ചെറുങ്ങനെ അത് പൊട്ടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് കറക്റ്റ് ടൈം ചെയ്തില്ലെങ്കിൽ അത് ചത്തുപോകും. അല്ല, ആരാണ് ആദ്യം ചെയ്തത്? അമ്മയാണോ? അമ്മ ഇങ്ങനെ ആദ്യം കുട്ടിയെ knock ചെയ്യും. ചെയ്യും. അപ്പൊ കുട്ടി നോക്ക് ചെയ്യുന്നതിന്റെ ശബ്ദം കേട്ടിട്ട് അമ്മ റെസ്പോണ്ട് ചെയ്യണം. ഭയങ്കര ഉത്തരവാദിത്തമാണ് അല്ലേ? അതെ അതെ. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ്. പുതിയൊരു അറിവാണ്. വേറെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇത്ര പ്രകൃതിക്ക് ഇത്രമാത്രം എന്താ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതുപോലെയല്ല അല്ലേ? ഓരോ കാര്യങ്ങളാണ് നടക്കുന്നത്. മനുഷ്യനൊഴിച്ച് പ്രകൃതികളെല്ലാം എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. മനുഷ്യന് മാത്രം ഒത്തിരി പേര് ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ? ആരും ഡിപ്പെൻഡ് ചെയ്യാരോട്ട് തൃപ്തിയാകത്തുമില്ല. സാറേ, അത് സ്വാർത്ഥത നമ്മള് സംഭവിക്കും. പണ്ട് ചിത്രശലഭത്തിന്റെ ഇതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അത് നമ്മൾ കുപ്പിയിലെല്ലാക്കിട്ട് അത് ശ്രദ്ധിക്കേണ്ടത്. ഒരു ദ്വാരാക്കിട്ട് പറന്നു പോകുന്ന കാണാനെല്ലാം നല്ല ഇഷ്ടമാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? നാഷ്, പത്മനാഭൻ, പ്രതാപ്, റോബിൻ, മിനു, വിവോ, ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയൂ. ഞങ്ങളുടെ വാക്കുകൾ തീർച്ചയായിട്ടും പ്രയോജനകരമാണ്. സാറേ, ഇനിയും നല്ല ബുക്കുകൾ ഇതുപോലുള്ള പ്രസന്റേഷൻ ആയിട്ട് മാഡം വരണമെന്ന്. യെസ്, തീർച്ചയായും. വരുവോ അനുവിത? ഷുവർ സർ, എന്തായാലും വരും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പൊ വേറെ ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു അനുവിത, വളരെ മനോഹരമായി. ബുക്കിന്റെ ആ കണ്ടന്റ്, അതിന്റെ തീം അല്ലെ, 100 ടിപ്പുകളാണ് നമ്മുടെ ലൈഫിനെ നേരെയാക്കാൻ. ഈ 100-ല് ഒരു 5 നമ്മൾ നമ്മുടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം മാറ്റങ്ങൾ വരും. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും മനുഷ്യന്റെ മനസ്സ് നെഗറ്റിവിറ്റിയുടെ ആ ഒരു തലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എവിടെയാണ് അല്ലെ, സ്വാർത്ഥത എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അറിവില്ലായ്മ, ഒരു അവയർനെസ് ഇല്ലാത്തതിന്റെയൊക്കെ സാധ്യതകൾ, വളരെ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം ഇന്ന് ഇങ്ങനെയുള്ള ഈ അറിവുകളെ, ഇതൊക്കെ ഉപരിവിപ്ലവം എന്ന് പറയുന്നത് സർഫസ് ബേസ്ഡ് മാത്രമാണ്. കേൾക്കും, ഓക്കെ, അടിപൊളി പറയും. ലൈഫിലേക്ക് ഒന്ന് ഇംപ്ലാന്റ് ചെയ്യാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ലാതെ പോകുന്ന ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ. അവിടെ നമ്മൾ എത്ര ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ പോലും ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കൊരിക്കലും അതൊന്നും നമ്മളേക്ക് പകർത്താൻ പറ്റാത്ത വിധം. ഓക്കെ, അനുവിധ ഒരു ഫൈനൽ കൺക്ലൂഷൻ പറയുന്നത് നിർത്തി. താങ്ക് യു സാബു സർ. ആദ്യമായി ഇങ്ങനൊരു അവസരം തന്നതിന് സാബു സാറിന് നന്ദി പറയാണ്. അപ്പോ അതേപോലെ ഇന്ന് എനിക്ക് ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും, ഷാജി മാത്യു സർ, ഹരികൃഷ്ണൻ സർ, ബർസാദ് സർ, രമാവതി മാഡം, എല്ലാവർക്കും നന്ദി പറയാണ്. ബർസാദ് സാറാണ് നമ്മള് ടോട്സ് ഫോളോ അപ്പ് സെഷനിൽ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ തിരുത്തി നല്ല ട്രെയിനേഴ്സ് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാറിനോട് അത്രയും നന്ദിയുണ്ട്. അതേപോലെ രമാവതി മാഡം എപ്പോഴും എൻ്റെ സെഷൻസിൽ പൂർണ്ണമായും പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ച് അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാൽ ഇത്രയും സാഗൂതം കേട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മളിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ഇന്ററാക്ഷൻ സമയത്ത് മാഡവും ഷാജി മാത്യു സാറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സാബു സാറും ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മ്യൂസിക് തെറാപ്പിയുടെ മറ്റൊരു സെഷനാണ്. മഴ, എന്താ പറയുന്നത്, പ്രകൃതി, ഇങ്ങനെയുള്ള പ്രകൃതിയോട് ചേർന്ന പാട്ടുകളായിരിക്കും നാളെ പറയുന്നത്. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച്, അതിന്റെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ജോസഫ് ജോൺ സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സോ താങ്ക് യു അനുവിത, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു സർ.